കൊല്ലം ഓയൂരിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ തുഷാരയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ വിധി അല്പസമയത്തിനകം. തുഷാരയുടേത് ആസൂത്രിതമായ കൊലപാതകമെന്നും സമൂഹത്തിന് സന്ദേശം നൽകുന്നതാകണം വിധിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുക. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഈ തുഷാരിയുടെ കൊലപാതകം. എപ്പോൾ വിധി പ്രസ്താവിക്കും? വിവരങ്ങൾ. വളരെ പ്രമാദമായ ഒരു കേസിന്റെ വിധിയാണ് അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കുന്നത്. പ്രതികളായ ചന്തുലാൽ, അമ്മ ഗീതലാലി എന്നിവർ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. കേസിന്റെ വിധി 3 മണിക്കാണ് ഉണ്ടാവുക. തുഷാര എന്ന 28 വയസ്സുകാരി സ്ത്രീധനത്തിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഒടുവിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി സുഭാഷാണ് ശിക്ഷ വിധിക്കുക. 2019 മാർച്ച് 21 രാത്രിയിലാണ് ഭർതൃവീട്ടിലായിരുന്ന തുഷാരയുടെ മരണവിവരം തുഷാരയുടെ വീട്ടുകാർ അറിയുന്നത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ അന്വേഷണം നടത്തിയതും. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. 2013 തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം നടന്നത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലാണ് കടുത്ത പീഡനവും ക്രൂര കൊലപാതകവും ഉണ്ടായതെന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കുറവ് വന്നിരുന്നു. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ പണം നൽകണമെന്ന് ധാരണയിൽ തുഷാരയിൽ നിന്നും ഉടമ്പടി പത്രം ഒപ്പിട്ട് രേഖാമൂലം ഇവർ വാങ്ങിയിരുന്നു എന്നതിന്റെ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ തുക ആവശ്യപ്പെട്ട് ഇവർ വീണ്ടും ഈ കുട്ടിയെയും അതായത് ഈ യുവതിയുടെ വീട്ടുകാരെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. തുഷാരയുടെ 2 പെൺകുട്ടികളെ കാണാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ പ്രതികൾ അനുവദിച്ചിരുന്നില്ല എന്നും കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.